ശരി, ശ്രീ ജയപ്രകാശ്, ഇവിടെ ഉണ്ടായ പല പരാമർശങ്ങളും താങ്കളുടെ മകനെക്കുറിച്ചൊക്കെ ഉള്ളതായ കാരണം സങ്കടവും വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമരത്തിൻ്റെ മുന്നിൽ ജയപ്രകാശ് ഉണ്ടാവണം. അതിൽ കുറ്റക്കാർ എന്താണ് ശിക്ഷിക്കപ്പെടുമ്പോൾ ജയപ്രകാശ് ഉണ്ടാവണം. നേരത്തെ സാദിക്ക് പറഞ്ഞ ഇത്ര ദിവസം മർദ്ദിച്ചതിന് തെളിവെന്താണ് എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എങ്കിലും താങ്കളുടെ ബോധ്യം പറയാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ ജയപ്രകാശ്. അതെ, ഉറപ്പായിട്ടും ഇത്രയും 3 ദിവസം വരെ കൃത്യമായിട്ടും മർദ്ദിച്ചിട്ടുണ്ട്. കൃത്യമായി അതിന് തെളിവുമുണ്ട്. തെളിവ് പോലീസിൻ്റെ കയ്യിലുണ്ടോ ഇല്ലെന്നറിയില്ല, പോലീസ് കണ്ടുപിടിക്കട്ടെ. അവരുടെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട്, അവന് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നല്ലവരായ അധ്യാപകരുണ്ട്. അവരിൽ നിന്നും കിട്ടിയ നമുക്ക് കിട്ടിയ വിവരവും ആദ്യമേ നമ്മൾ ഈ സംശയം പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ മർദ്ദനമായിട്ടുണ്ടോ ഇല്ലയോ അതിനു മുമ്പേ തന്നെ ഈ 3 ദിവസവും അവന് മർദ്ദനം കിട്ടി, മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾ അവൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ട്. അതിൻ്റെ വോയിസ് മെസ്സേജും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്കറിയില്ല അതിന് തെളിവില്ല, നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന്. പോസ്റ്റ്മോർട്ടം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 3 ദിവസം വരെ അവന് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന്, ആഹാരം കൊടുത്തിട്ടില്ല എന്ന്. അവിടെ നിന്ന് കിട്ടിയ വിവരവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം കറക്റ്റ് ടാലിയായി, അല്ലാതെ വെറുതെ ആരോപണമല്ല. അതൊരു കാര്യം. ബാക്കി എന്നോടും വന്ന് അവിടുത്തെ കുട്ടികളൊന്ന് പറഞ്ഞു, അവിടുത്തെ ആ സ്കൂളിൽ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് പറഞ്ഞത്, ഈ മരണം സംബന്ധിച്ച് അന്നേ ദിവസം തലേ ദിവസം ഇവിടെ എത്തിയത് അവരും എൻ്റെ ചെവിയിൽ വന്ന് വളരെ കൃത്യമായിട്ട് 2-3 കുട്ടികൾ പറഞ്ഞു. അവനെ ഹോസ്റ്റലിൻ്റെ റൂമിനകത്ത് വെച്ച് പേരെടുത്ത് പറഞ്ഞു, ഇന്ന കുട്ടികൾ അവൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമിനകത്ത് തീർത്തതാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതും ശരിയായി. ഓക്കെ, അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് വേറൊരു കാര്യം. എന്ത് പറഞ്ഞാലും ഇവർ ഏതൊക്കെ രീതിയിൽ തളർത്താൻ പറഞ്ഞാലും, ആദ്യം അവർ ഫ്ലക്സ് വെച്ച് തകർത്തു, ഇപ്പോൾ അവനെ SFI ആക്കി, പിന്നെ അവർ പെണ്ണ് കേസിൽ കുടുക്കി. അവരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് രക്ഷപ്പെടാൻ, 2 എന്നെ മാനസികമായിട്ട് തകർക്കാൻ. അതായിരിക്കും അവർ ഉദ്ദേശം. ചിലപ്പോൾ ഞാൻ പിന്മാറുമല്ലോ ഒരു പെണ്ണ് കേസിൽ പരമാവധി ജയപ്രകാശിനെ മാനസികമായി തളർത്താനോ ഇനി എനിക്ക് ഇനി തളർത്താൻ പറ്റില്ല. ഇവർക്ക് ഇനി ഒരിക്കലും തളർത്താൻ പറ്റില്ല. ഇവർക്ക് എന്നെ തളർത്തിയിടണമെങ്കിൽ എല്ലാവരെയും വെട്ടി കൊല്ലുന്നത് പോലെ എന്നെ കൊല്ലണം. ഞാനിത് ഒരിക്കലും പോവില്ല. ഞാൻ 1 ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല. ഏതറ്റം വരെയും ഞാൻ പോകും. കാര്യം എന്നാൽ ഈ സത്യം തെളിയുക. അവർ പ്രാഥമിക അന്വേഷണമല്ലേ നടക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇത് അവർക്ക് മൂടി വയ്ക്കാൻ പറ്റുമായിരിക്കും. എനിക്കുണ്ട് അടുത്ത് എവിടെ പോകണം, ഏതുവരെ പോവാം, അതിൻ്റെ കൃത്യമായ എവിഡൻസ്. ഇവർക്ക് പ്രൂഫില്ല എന്നല്ലേ അവർ പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ്. ആ പ്രൂഫ് ഞാൻ നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. അത് വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകും. ഇന്നും കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല വ്യക്തമായ 3 പേരുടെ പ്രൂഫ് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർ, PG സ്റ്റുഡൻറ്റ്, വേറൊരാൾ അതിൽ പങ്കാളികളായിട്ടുള്ളത്. ഇത് ഒളിപ്പിച്ച ഈ കൃത്യം നടന്നിട്ട് ഒളിപ്പിച്ച 3 പേരുണ്ട്, അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള. എനിക്കിന്ന് വൈകുന്നേരം കിട്ടിയതാണ്. അത് വെറുതെ ആരോപണമായിട്ട് കിട്ടിയതല്ല. ഞാൻ ഇതുവരെയ്ക്കും എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും, അവിടെ തെളിവ് പോലീസിന് കിട്ടുന്നതിന് മുമ്പേ എല്ലാ തെളിവുകളും വളരെ കോയിൻസൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കോയിൻസൈഡായിട്ട് ഞാൻ ആദ്യം മുതൽ ഞാൻ ആരോപിക്കുന്നു പറഞ്ഞ അത് കറക്റ്റായി. ആരോപണമല്ല, ഞാൻ പറഞ്ഞ ലിസ്റ്റുകൾ, ഈ ആൾക്കാരുടെ ഈ SFI ഗുണ്ടകൾ, ആ ലിസ്റ്റുകൾ, അതേ ലിസ്റ്റുകൾ തന്നെയാണ് ആൻറ്റി റാഗിങ് സെല്ല് കണ്ടുപിടിച്ചത്. അതേ ഗുണ്ടകളുടെ പേര് തന്നെയാണ്. അതിൽ കൂടുതലായി ഞാൻ പറഞ്ഞ 6 പേരും വന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 3 പേര്, അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, PG സ്റ്റുഡൻ്റ് ഉണ്ട്, ബയോമൈക്രോളജി സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ വേറൊരു പ്രൊഫസറുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ നാളെ അത് പുറത്തു വിടും. അതാരൊക്കെയാണ്, എന്തൊക്കെയാണ് പേര്. നിങ്ങൾക്ക് അവരെ കോൾ ലിസ്റ്റ് പരിശോധിക്കും. ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല. ഈ 3 പേരെ കോൾ ലിസ്റ്റ് നിങ്ങൾ 18-ാം തീയതി മുതൽ പരിശോധിക്കും. ഇപ്പം ചിലപ്പോൾ അവർ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും. എന്തെല്ലാം ചെയ്തിരിക്കും. എന്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈബർ സെല്ലിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ നാളെ പുറത്ത് വിടാം. നിങ്ങൾ അവരെ കോൾ ലിസ്റ്റ് പരിശോധിക്കൂ. ഇവരെ ഈ ചെയ്ത ആൾക്കാരുടെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ട് ഇതിൽ 18-ാം തീയതി മുതൽ ഇവർ 3 പേരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് പറഞ്ഞത് മനസ്സിലാവും. ഞാൻ വെറുതെ എനിക്കത് അറിയില്ല. കൃത്യമായിട്ട് ഞാൻ വിവരങ്ങൾ തരാം. 2 അധ്യാപകരുണ്ട്, ഒരു PG സ്റ്റുഡൻറ്റ്. അതെ, 2 അധ്യാപകരുണ്ട്, അതിൽ PG സ്റ്റുഡൻറ്റുണ്ട്. 2 അധ്യാപകരുണ്ട്, ഒരു PG സ്റ്റുഡൻ്റ് ഉണ്ട്. കൃത്യമായിട്ട് അവരുടെ പേരും എൻ്റെ കയ്യിലുണ്ട്. ഇത് മറച്ചു വെക്കാൻ കൂട്ടുന്നവരെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്, അല്ല രക്ഷിക്കാൻ കൂട്ടുന്നവരെ പറ്റിയാണ് അല്ലേ? അതെ, 18-ാം തീയതി
18-ാം തീയതി ഇതിന് കൂട്ടുനിന്ന് എൻ്റെ മകനെ കൊന്നിട്ട് പോയ അവരെ കൂട്ടുനിന്ന് അവരെ ഒളിപ്പിക്കാൻ ശ്രമിച്ച ഈ 3 പേരാ. ഒളിപ്പിക്കാൻ ശ്രമിച്ച 3 പേര്. അവർക്ക് കൃത്യമായിട്ട് അവർ പേര് പുറത്തു വിടാം. നിങ്ങൾ കോൾ ലിസ്റ്റ് പരിശോധിക്കൂ. ആരോപണം തെറ്റാണെന്നുണ്ടെങ്കിൽ നോക്കൂ, പരിശോധിച്ചാൽ മതി. അല്ല, ആരോപണമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പുത്രദുഃഖം എന്ന് പറയുന്ന പോട്ടെ, ഞാൻ പറയുന്നില്ല. അത് നഷ്ടത്തിൻ്റെ സങ്കടത്തിൻ്റെ പരമാവധിയാണ്. സങ്കടത്തിൻ്റെ പരമാവധിയിൽ ജയപ്രകാശിന്റെ അച്ഛൻ മകന് നീതിക്ക് വേണ്ടി നടത്തുന്ന അന്വേഷണമാണ്. അന്വേഷണം ആരോപണമൊന്നും അല്ലെന്ന് പറഞ്ഞത്. ഇത് ആദ്യം അന്വേഷിച്ചത് ഞാൻ കൊടുത്ത വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ആദ്യം അന്വേഷിച്ചത്. ആ അന്വേഷണത്തിലാണ് ഇതിൻ്റെ ആദ്യത്തെ സത്യാവസ്ഥ പുറത്തു വന്നത്. കൽപ്പറ്റയിലെ അല്ലെങ്കിൽ വയനാട്ടിലുള്ള CIക്ക് ആയിരുന്നു ആദ്യത്തെ ഇതിൻ്റെ ചുമതല. ലോക്കൽ പോലീസിൽ ആദ്യത്തെ ഒരു CIക്ക്. ആ CIക്ക് വിവരം കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി. അവിടെ എന്താണ് സംഭവിച്ചത് എല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടി. പക്ഷേ ആ CIക്ക് വിവരം കിട്ടിയില്ല എന്ന് പറയുന്നു. അവർക്ക് ഒന്നും കിട്ടിയില്ല, അതുവരെയ്ക്കും ഒന്നും കിട്ടിയില്ല. നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. നമുക്ക് എന്തെല്ലാം കിട്ടി, ഏതൊക്കെ വിവരങ്ങൾ കിട്ടി, വളരെ കൃത്യമായിട്ട്, കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും വളരെ കൃത്യമായിട്ട് അത് എഴുതി നമ്മൾ ADGP അജിത് സാറിന് കൊടുത്തു. ആ അജിത് സാർ DIG കൊടുത്തത്. അവിടുന്ന് DYSP ചെയ്തു. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം DIG കണ്ടുപിടിച്ചു. 2-3 ആൾക്കാരെ പിടിച്ചു. വളരെ കൃത്യമായിട്ട് ഞാൻ കൊടുത്ത ലിസ്റ്റും ഞാൻ കൊടുത്ത ആൾക്കാരുടെ പേരും അവിടെ എന്താണ് സംഭവിച്ചത് അതെല്ലാം ഒരാഴ്ചക്കകം തന്നെ ക്ലിയർ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാൻ എന്താണ് പരാതി കൊടുത്തത്. താങ്കൾ പറഞ്ഞ വഴി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. താങ്കൾ പറഞ്ഞ ഗുരുതര ആരോപണം ഈ പറയുന്ന കൊലയാളികളുടെ വാക്ക് ഉപയോഗിക്കും കേട്ടോ. അത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ടോ, പക്ഷേ ഇതിപ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റപരിചയത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പോട്ടെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കും. എന്തായാലും അവരെ സംരക്ഷിച്ച 2 അധ്യാപകരുടെയും ഒരു സീനിയർ വിദ്യാർത്ഥിയും കാര്യം താങ്കൾ പറയുകയാണ്. പുറത്തു വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. തിരികെ എത്താം. സാധിക്കാതെ കാണാൻ ചെറിയൊരു ഇടവേള കൂടി.